വർക്കലയിലെ കുരക്കെണ്ണിയിൽ വച്ച് ലിത്വാനിയൻ പൗരനായ അലക്സി ബെനിയോക്കോവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? അത് പറയും മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ഒരു ഡിജിറ്റൽ കറൻസിയാണ് അഥവാ വെർച്വൽ കറൻസിയാണ്. ഇതിന് ഒരു ഫിസിക്കൽ ഫോം ഇല്ല. വെർച്വൽ ലോകത്താണ് ഈ കറൻസി നിലനിൽക്കുന്നത്. ക്രിപ്റ്റോഗ്രഫി എന്ന രഹസ്യ കോഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ കറൻസി ഒരു സെൻട്രൽ ബാങ്ക് പോലും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. 2009 ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ നിലവിൽ വരുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് സന്തോഷി നാഗമോട്ടോയാണ്. ഇതൊരു വ്യക്തിയാണോ അതോ ഒരു കൂട്ടം വ്യക്തികളാണോ എന്ന കാര്യത്തിൽ ഇന്നും വലിയ ഉറപ്പൊന്നുമില്ല. ബിറ്റ്കോയിനെ കൂടാതെ എതേറിയം, റിപ്പിൾ എന്നിവയും ക്രിപ്റ്റോ കറൻസികളാണ്. ബിറ്റ്കോയിൻ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം എൽ സാൽവഡോറാണ്. 2021 ഇത്. ക്രിപ്റ്റോ കറൻസികൾ നിർമ്മിക്കപ്പെടുന്ന പ്രോസസ്സിനെ മൈനിങ് എന്നാണ് വിളിക്കുന്നത്. ഈ ക്രിപ്റ്റോ കറൻസികൾ ഒരു പൊതു ലെഡ്ജറിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പൊതു ലെഡ്ജറിനെ ബ്ലോക്ക് ചെയിൻ എന്നാണ് വിളിക്കുന്നത്. നമുക്കിപ്പോൾ അറസ്റ്റിലായ അലക്സി ബെനിയോക്കോവ് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നോക്കാം. അദ്ദേഹം US ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് നടത്തിയിരുന്നു. ഈ എക്സ്ചേഞ്ചിൻ്റെ പേര് ഗ്യാരൻഡെക്സ് എന്നാണ്. ഇതിലൂടെ $96 ബില്യൺ വിലയുള്ള ബിറ്റ്കോയിൻ വെളുപ്പിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പണമത്രയും പോയത് അന്താരാഷ്ട്ര കുറ്റവാളികളുടെ കയ്യിലേക്കാണ് എന്നാണ് US ആരോപിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇന്റർപോൾ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്.